ഹായ് അസ്സലാമു അലൈക്കും. എനിക്കിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടാ. മാങ്ങ ഇന്നല്ല കിട്ടിയേ, 2-3 ദിവസമായി ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പം കിട്ടിയതിക്ക് ഞാൻ വിചാരിച്ചു ഉപ്പിലിടാമെന്ന്. പിന്നെ വിചാരിച്ച് അച്ചാറിടാമെന്ന്. അങ്ങനെ അച്ചാറിടാനുള്ള തയ്യാറെടുപ്പാട്ടാ. അപ്പോൾ കിട്ടിയതിൽ 2-3 മാത്രമേ വലുതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കുഞ്ഞ് കണ്ണിമാങ്ങകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് പാത്രം ചൂടായി വന്നപ്പോൾ ഓയിൽ വെച്ചു കേട്ടോ. വലിയ ഹെവി ആയിട്ടുള്ള അച്ചാറൊന്നുമല്ല കേട്ടോ. എൻ്റേതായ രീതിയിലൊരു സിമ്പിളൊരു അച്ചാർ, എൻ്റേതായ ചെറിയ ചെറിയ കൂട്ടൊക്കെ കൂട്ടിയിട്ടുള്ളൊരു അച്ചാറാണ്. സാധാരണ ഒരു സിമ്പിൾ അച്ചാറെന്ന് പറയാം. അങ്ങനെ കടുകും ഉലുവയും പൊട്ടിച്ച് വേപ്പിലൊക്കെ മൊരിയിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് നന്നായി മൊരിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതൊന്ന് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയും ഇട്ടിട്ട്, പിന്നെ ഞാൻ ഈസ്റ്റേൻ്റെ അച്ചാർ പൗഡറാണ് ഇവിടെ ഉപയോഗിച്ചേക്കണേ കേട്ടോ. അതാകുമ്പോൾ പണി കുറവല്ലേ. അങ്ങനെ ഈ മസാലകളൊക്കെ നന്നായി മൊരിയിച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറണ വരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ നന്നായി ആയ മസാലയിൽ പിടിക്കണ വരെയും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാങ്ങ നന്നായി ഒരു ഉടഞ്ഞ് വാടി ആ മസാലകളൊക്കെ ആയിട്ട് സെറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു മധുരപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കണം. അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക നമുക്ക്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം വെള്ളവും മസാലയും മാങ്ങയും ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി, ആവശ്യത്തിന് മാത്രം വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒന്നും കൂടിയും അതും സുർക്കയും കൂടി ഇതിൽ സെറ്റായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൽ ജിയുടെ കായപ്പൊടി ഒന്നും വേണമെന്നില്ല, വേറെ ഏത് കായപ്പൊടി ആയാലും ആഡ് ചെയ്യാം. അങ്ങനെ അതും കൂടി ആഡ് ചെയ്ത് തന്നെ നമ്മളെ അച്ചാറിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഏകദേശം നല്ല മുഴുവനായിട്ടും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ പറ്റണമെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിട്ടാ, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാലോ. അപ്പോൾ ശരി കേട്ടോ, ഓക്കേ.